ഹായ് ഓൾ, വെൽക്കം ടു റാങ്ക് ഫയൽ. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം. ഓപ്ഷൻ എ 2, ബി 3, സി 1, ഡി 4A എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടതാണ്. ആൻസർ ഓപ്ഷൻ ഡി 4, ഭാഗം 4A. ഭാഗം 4A മൗലിക കടമകളും 4 മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതിന് ഭാഗം 2 പൗരത്വം, ഭാഗം 9 പഞ്ചായത്തുകൾ, ഭാഗം 9B സഹകരണ സംഘങ്ങൾ, 9A മുനിസിപ്പാലിറ്റികൾ, 10 പട്ടികജാതി ആദിവാസി മേഖലകൾ, 15 തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ളത് ഭാഗമാണ്. അതുപോലെ 20 ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഓപ്ഷൻ എ ബ്രഹ്മസമാജം, ബി രാമകൃഷ്ണ മിഷൻ, സി ജാതിനാശിനി സഭ, ഡി യോഗക്ഷേമ സഭ. ഇവിടെ ആൻസർ ബി രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897. സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. അത് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആനന്ദ തീർത്ഥനാണ്, 1933. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? ഓപ്ഷൻ എ പമ്പ, ബി ചാലക്കുടി പുഴ, സി ഭാരതപ്പുഴ, ഡി പെരിയാർ. ആൻസർ ഓപ്ഷൻ ഡി പെരിയാറാണ്. അതുപോലെ ഭാരതപ്പുഴ കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത്? ഓപ്ഷൻ എ ഇടനാട്, ബി തീരപ്രദേശം, സി മലനാട്, ഡി നദീതടങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ഇടനാട്. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. അതുപോലെ തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ കുറവുള്ള ഭൂപ്രദേശം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചാലക്കുടി പുഴ, ബി ഭാരതപ്പുഴ, സി മുദ്രപ്പുഴ, ഡി കടലുണ്ടിപ്പുഴ. ഓപ്ഷൻ എ ചാലക്കുടി പുഴ. കക്കി ഡാം, ശബരി ഡാം ഇവ രണ്ടും പമ്പയിലും, ഇടമലയാർ ഡാം, മാട്ടുപ്പെട്ടി ഡാം, മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻകെട്ട് ഡാം, ചെറുതോണി ഡാം ഇവയൊക്കെ പെരിയാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ ആലപ്പുഴ, ബി തൃശ്ശൂർ, സി തിരുവനന്തപുരം, ഡി കൊല്ലം. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അതുപോലെ കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ലയും തിരുവനന്തപുരം തന്നെയാണ്. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, സാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ബി ശ്രീനാരായണ ഗുരു, സി അയ്യ വൈകുണ്ഠസ്വാമി, ഡി ചട്ടമ്പിസ്വാമി. ആൻസർ ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠസ്വാമി. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നു വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയും സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, പാലിയൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ബി ദേവകി അന്തർജനം, സി ഉമയമ്മ റാണി, ഡി ആര്യപള്ളം. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. ഓപ്ഷൻ എ ആമാശയം, ബി ചെറുകുടൽ, സി വൻകുടൽ, ഡി അന്നനാളം. ആൻസർ ഓപ്ഷൻ ബി ചെറുകുടൽ. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ വൈറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളുടെ ആഗിരണം നടക്കുന്നത് വൻകുടലിലാണ്.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം. ഓപ്ഷൻ എ ജീവകം സി, ബി ജീവകം ഡി, സി ജീവകം ബി, ഡി ജീവകം എ. ആൻസർ ഓപ്ഷൻ ഡി ജീവകം എ. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ 13 മാസ് നമ്പർ 22 ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകളുണ്ട്? ഓപ്ഷൻ എ 9, ബി 11, ഡി 10, സി 12. ആൻസർ ഓപ്ഷൻ എ 9. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സിങ്ക്, ബി കോപ്പർ, സി കൊബോൾട്ട്, ഡി കാൽസ്യം. ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യം. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഇലക്ട്രിക് മോട്ടോർ, ബി ഇലക്ട്രിക് ഫാൻ, സി മൈക്രോഫോൺ, ഡി ലൗഡ് സ്പീക്കർ. ആൻസർ ഓപ്ഷൻ സി മൈക്രോഫോൺ. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മറ്റ് 3 ഉപകരണങ്ങളും വൈദ്യുതോർജ്ജത്തെ മറ്റ് പല രൂപത്തിലുള്ള ഊർജ്ജ രൂപങ്ങളായി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടി. ഓപ്ഷൻ എ കാരുണ്യ, ബി ഹൃദ്യം, സി മൃതസഞ്ജീവനി, ഡി ജ്യോതിഷ്. ഓപ്ഷൻ സി മൃതസഞ്ജീവനി. അടുത്ത ക്വസ്റ്റ്യൻ, വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം, ബി ശലഭം, സി സുകൃതം, ഡി സമാശ്വാസം. ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? 1 മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. 2 ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. 3 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 4 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. എ 1, 3, ബി 1 മാത്രം, സി 1, 2, ഡി 1, 2, 4. ആൻസർ ബി 1 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ഓപ്ഷൻ എ ലെനിൻ, ബി കെരൻസ്കി, സി ജോസഫ് സ്റ്റാലിൻ, ഡി ലിയോ ട്രോട്സ്കി. ആൻസർ എ ലെനിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. ഓപ്ഷൻ എ സുദർശൻ സേതു, ബി പാമ്പൻ ബ്രിഡ്ജ്, സി ഹൗറ ബ്രിഡ്ജ്, ഡി ഭുവൻ ഹസാരിക. ആൻസർ എ സുദർശൻ സേതു. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത്? ഓപ്ഷൻ എ 2024, ബി 2023, സി 2022, ഡി 2021. ആൻസർ എ 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത്. ഓപ്ഷൻ എ വയനാട്, ബി തൃശ്ശൂർ, സി കോഴിക്കോട്, ഡി എറണാകുളം. ഓപ്ഷൻ എ വയനാട്.